ഓം വിഘ്നേശ്വരായ നമ. നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം അനിഴം നക്ഷത്രത്തിന്റെ 1202 ആണ്ട്, അതായത് 2026-2027 വർഷത്തെ ഫലമാണ് ഇവിടെ പറയുന്നത്. അതായത് തിരുവോണ വർഷ ഫലമെന്ന് നമ്മൾക്ക് പറയാം. ചിങ്ങമാസം മുതലുള്ള മലയാളം കലണ്ടറിനെ അടിസ്ഥാനമാക്കിയുള്ള ഫലമാണ് പറയുന്നത്. ഈ അനിഴം നക്ഷത്രക്കാർക്ക് ഒരു പ്രധാന ഗുണങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം സൗഹൃദങ്ങൾ ഇവർക്കുണ്ടായിരിക്കുന്നതാണ്. അച്ചടക്കത്തോടു കൂടിയുള്ള ഒരു പെരുമാറ്റമൊക്കെ ഇവരെ കാണാവുന്നതാണ്. ക്ഷമയുടെ അങ്ങേയറ്റം വരെ ഇവര് സഹിക്കുന്ന ആളുകളാണ്. ആത്മവിശ്വാസമൊക്കെ കൂടുന്ന ആളുകളായിരിക്കും, കഠിനാധ്വാനികളായിരിക്കും. ഒരു കളങ്കമില്ലാത്ത ആൾക്കാരെന്നൊക്കെ നമുക്ക് ഈ അനിഴം നക്ഷത്രക്കാരെ നമുക്ക് പറയാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇവരുടെ ഭാഗ്യ നിറം എന്ന് പറയുന്നത് കടും നീലയാണ്. കൂടാതെ വയലറ്റ്, കടും പച്ച ഇവയൊക്കെ ഇവർക്ക് ഭാഗ്യ നിറങ്ങളായിട്ട് വരുന്നുണ്ട്. ഈ നിറങ്ങളൊക്കെ ഇവര് വസ്ത്രങ്ങളിൽ കൂടുതൽ ഉപയോഗിക്കുക അല്ലെങ്കിൽ കയ്യിൽ കരുതുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ കൂടുതൽ പോസിറ്റീവ് എനർജികൾ ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഭാഗ്യ നമ്പറുകൾ 8, 17, 26 ഇങ്ങനെയുള്ള നമ്പറുകളൊക്കെ ഭാഗ്യ നമ്പറുകളാണ്. ഈ തീയതികള് അല്ലെങ്കിൽ ഈ നമ്പറുകളൊക്കെ നിങ്ങൾ പ്രത്യേകം തെരഞ്ഞെടുക്കുന്നത് വളരെ നല്ല ഒരു കാര്യമായിരിക്കും. നിങ്ങളുടെ ഭാഗ്യ ദിനങ്ങൾ ശനിയാഴ്ചയും ബുധനാഴ്ചയും വെള്ളിയാഴ്ചയുമാണ്. ഈ ദിവസങ്ങളിലും നിങ്ങൾ നല്ല പ്രവർത്തികളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഈ വർഷ ഫലത്തിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഓരോ മാസത്തിലെയും ഫലങ്ങൾ തിരിച്ച് ആണ് നമ്മൾ പറയുന്നത്. ചിങ്ങമാസം, അതായത് ഓഗസ്റ്റിലും സെപ്റ്റംബറിലുമായിട്ടാണ് ഈ ചിങ്ങമാസം വരുന്നത്. പുതിയ അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് വന്ന് ചേരുന്നതാണ്. പുതിയ പുതിയ ജോലികള്, പുതിയ പുതിയ ബിസിനസ് അവസരങ്ങള്, വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിലും പുതിയ അവസരങ്ങളൊക്കെ വന്നു ചേരുന്നതാണ്. ജോലിയിലൊക്കെ നിങ്ങൾക്ക് വളരെയധികം അംഗീകാരമൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. ജോലിയിലൊക്കെ മുന്നേറ്റം ഉണ്ടാകുന്ന ഒരു സമയമാണ്. പക്ഷേങ്കിൽ നിങ്ങൾ ഈ സമയത്ത് ചിലവൊന്ന് നിയന്ത്രിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് വരവ് ഉണ്ടെങ്കിലും അതിനനുസരിച്ച് ചിലവുകൾ നിങ്ങൾക്ക് പാഴ് ചിലവുകളാണ് വരുന്നത്. ആവശ്യമുള്ള ചിലവുകളുമുണ്ട്, ആവശ്യമില്ലാത്ത ചിലവുകളുമുണ്ട്. ആവശ്യമില്ലാത്ത ചിലവുകളാണ് ഇവിടെ കാണുന്നത്. കുടുംബജീവിതമൊക്കെ വളരെയധികം സന്തോഷകരമായിരിക്കും. ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്ന മാറും. കുടുംബജീവിതത്തിലെ സന്തോഷം വർദ്ധിക്കുന്നതാണ്. നിങ്ങൾ 7, 16, 27 തീയതികൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ആ ദിവസങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു പോവുക. അടുത്തായിട്ട് കന്നിമാസത്തിലെ ഫലങ്ങൾ എടുക്കുകയാണെങ്കിൽ, അതായത് സെപ്റ്റംബർ, ഒക്ടോബർ മാസത്തിലായിട്ടാണ് കന്നിമാസം വരുന്നത്. തൊഴിൽ മേഖലയിലൊക്കെ പുരോഗതി നിങ്ങൾക്ക് ഗണ്യമായിട്ട് വരുന്നതാണ്. അത് ബിസിനസ് മേഖലയിലും ആണെങ്കിലും അത് ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. പുതിയ കോഴ്സുകൾക്കൊക്കെ ചേരുവാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും ഒക്കെ പറ്റിയ ഒരു സമയമാണ്. വിദേശത്തേക്ക് പഠനം ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് ആരോഗ്യത്തിൽ ചെറിയൊരു ശ്രദ്ധ വേണം. ചെറിയ ചെറിയ ഒടിവുകളും ചതവുകളും ഒക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത കൂടി കന്നിമാസത്തിലുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ പുരോഗതിയാണ് കാണുന്നത്. നിങ്ങൾക്ക് ഏറ്റവും നല്ല ദിവസങ്ങൾ 5, 18, 29 ദിവസങ്ങളാണ് നിങ്ങൾക്ക് ഈ മാസങ്ങളിൽ ഏറ്റവും നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് തുലാം മാസത്തിലേക്ക് കിടക്കാം. തുലാം മാസം എന്ന് പറയുമ്പോൾ ഒക്ടോബർ, നവംബർ മാസത്തിലായിട്ടാണ് ഇത് വരുന്നത്. സാമ്പത്തികമായിട്ട് ഒരുപാട് നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു സമയമാണ്. ലോട്ടറി ഭാഗ്യമൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഒന്നിലധികം സ്രോതസ്സിലൂടെ നിങ്ങൾക്ക് വരുമാനം വരുന്നുണ്ട്. അതുപോലെ തന്നെ ബന്ധങ്ങളിലൊക്കെ ഒരു ഐക്യം വരുന്നതാണ്. ദമ്പതിമാർ തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറുന്നതാണ്. പ്രണയങ്ങളൊക്കെ പൂവണിയുന്ന ഒരു സമയമാണ്. വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയത്ത് വിവാഹമൊക്കെ ആലോചിക്കാവുന്ന ഒരു സമയമാണ്. വാഹന യാത്രകളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഈ ശ്രദ്ധിക്കുന്നത് ചെറിയ ചെറിയ അപകടങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇത് കണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാകുന്നതാണ്. നിങ്ങൾക്ക് ഏറ്റവും നല്ല ദിവസം എന്ന് പറയുന്നത് 7-ാം തീയതിയും 21-ാം തീയതിയുമാണ്. അടുത്തായിട്ട് വൃശ്ചിക മാസത്തിലേക്ക് എത്തുമ്പോൾ, അതായത് നവംബർ, ഡിസംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് ആത്മവിശ്വാസമൊക്കെ ഉയരുന്ന ഒരു സമയമാണ്. എല്ലാ കാര്യങ്ങളും നിങ്ങൾ വളരെ പ്രസരിപ്പോടെ ചെയ്യുന്ന ഒരു സമയമാണ്. എന്തും നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. പഴയ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്ക് പരിഹരിച്ചു പോകാൻ കഴിയുന്നതാണ്. ഒരുപാട് കാലമായിട്ട് നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതാണ്. സാമ്പത്തികമായിട്ട് ഒരുപാട് മുന്നേറ്റം ഉണ്ടാകുന്ന ഒരു സമയമാണ്. നിക്ഷേപത്തിൽ ഒരു ജാഗ്രതയൊക്കെ വെക്കണം. അതായത് അവിടെയും ഇവിടെയും കൊണ്ടിച്ചെന്ന് പണം നിക്ഷേപിക്കരുത്. അത് നിങ്ങളുടെ പണം നഷ്ടമാകാനുള്ള
കാരണമാകും. അതുകൊണ്ട് നിങ്ങൾ പണം നിക്ഷേപിക്കുന്നത് ഒന്നിലധികം തവണ ആലോചിച്ചതിന് ശേഷം മാത്രം ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും നല്ല ദിവസം എന്ന് പറയുന്നത് 10ഉം 24ഉം തീയതികളാണ്. അടുത്ത നമ്മൾക്ക് ധനുമാസത്തിലേക്ക് കടക്കാവുന്നതാണ്. ആ ധനുമാസം വരുന്ന ഡിസംബർ മാസവും 2027 ജനുവരി മാസവുമായിട്ടാണ് ഇത് വരുന്നത്. വിദേശ കാര്യങ്ങളിൽ നേട്ടമെന്ന് തന്നെ പറയാവുന്നതാണ്. വിദേശ ജോലിയൊക്കെ ഉള്ളവർക്ക് അതിൽ നേട്ടമുണ്ടാകും. അതുപോലെ തന്നെ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് നേട്ടമുണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ വിദേശവുമായി ബന്ധപ്പെട്ട് ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ നേട്ടമുണ്ടാകുന്നതാണ്. തൊഴിലിൽ വലിയൊരു മാറ്റ സാധ്യതയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന തൊഴിൽ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. പലരും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത തൊഴിലുകളൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. ആ തൊഴിലിൽ നിന്ന് മാറി നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തൊഴിലുകളൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരുപാട് കാലമായിട്ട് സന്തതികൾ ഇല്ലാത്തവർക്ക് സന്തതികളൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും ഈ സമയത്ത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ വാഹനം, ഭവനമൊക്കെ വന്നു ചേരുവാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. കുടുംബത്തില് നല്ല വാർത്തകളൊക്കെ വരുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് ഏറ്റവും നല്ല ദിവസം എന്ന് പറയുന്ന 6, 19 തീയതികളാണ്. അടുത്തായിട്ട് മകരമാസത്തിലേക്ക് കിടക്കുമ്പോൾ ജനുവരി, ഫെബ്രുവരി മാസത്തിലാണ് വരുന്നത്. സാമ്പത്തികത്തിൽ ഒരു സ്ഥിരതയൊക്കെ നിങ്ങൾക്ക് കൈവരിക്കാൻ പറ്റുന്നതാണ്. അതായത് ഒരു മാസം ഇത്ര രൂപ നമ്മൾക്ക് സ്ഥിരമായിട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്. ബിസിനസ് ആകട്ടെ, ജോലി ആകട്ടെ, അതിലെല്ലാം നിങ്ങൾക്കൊരു ഉറച്ച ഒരു സാമ്പത്തിക അടിസ്ഥാനം വരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വർഷം മുഴുവനും കാണുന്ന ആരോഗ്യത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദാമ്പത്യ ജീവിതമൊക്കെ വളരെയധികം മെച്ചപ്പെടുന്ന ഒരു സമയമാണ്. എന്തുകൊണ്ടും ഈ വർഷം വിവാഹത്തിനും പ്രണയത്തിനും ഒക്കെ പറ്റിയ ഒരു വർഷമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷങ്ങൾ വരുന്ന വർഷമായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ച് മകരമാസത്തില് നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള ദിവസം 11, 23 തീയതികളാണ്. കുംഭമാസത്തിലേക്കുള്ള വരവില്, അതായത് ഫെബ്രുവരി, മാർച്ച് മാസത്തിലേക്കുള്ള വരവില് പുതിയ പുതിയ വരുമാന സ്രോതസ്സുകളൊക്കെ നിങ്ങൾക്ക് തുറന്നു കിട്ടുന്നതാണ്. പുതിയ സുഹൃത്തുക്കളെയൊക്കെ പരിചയപ്പെടുകയും അതുമൂലം സഹായം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. സഹായം എന്ന് പറയുമ്പോൾ പുതിയ ബിസിനസ് ആശയങ്ങള്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. നിയമകാര്യങ്ങളൊക്കെ നോക്കി നടത്തുമ്പോൾ നിങ്ങൾക്ക് ഒരു ജാഗ്രത ഉണ്ടാവേണ്ടതാണ്. നിയമകാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവര് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക. നിയമകാര്യങ്ങളിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും ശ്രദ്ധ ചെലുത്തണം. അശ്രദ്ധമായിട്ട് പോകരുത്. നിങ്ങളുടെ കരിയറിനെ തന്നെ അത് ചിലപ്പോൾ ബാധിച്ചേക്കാം. നിയമകാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നിയമം കൈകാര്യം ചെയ്യുന്നവർ മാത്രമല്ല, നിയമത്തിൽ അധിഷ്ഠിതമായി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഒന്ന് നോക്കി മാത്രം ചെയ്യുക. നിങ്ങൾ ഏറ്റവും അധികം നിങ്ങൾക്ക് അനുകൂലമായ ദിവസം എന്ന് പറയുന്നത് 9, 20 തീയതികളാണ്. മീനമാസത്തിലേക്ക് എത്തുമ്പോൾ, അതായത് മാർച്ച്, ഏപ്രിലേക്കൊക്കെ എത്തുമ്പോൾ നിങ്ങളുടെ ആത്മീയത വർദ്ധിക്കുന്നതാണ്. കാരണം നിങ്ങൾക്ക് അടിക്കടി വെച്ചടി കയറ്റമൊക്കെ ഉണ്ട്. ആരോഗ്യത്തിൽ ചെറിയ പ്രശ്നമുണ്ടെങ്കിലും വെച്ചടി കയറ്റമൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഒരു ആത്മീയതയിലേക്ക് നിങ്ങൾ പോകുന്നുണ്ട്. കാരണം ഇതൊന്നും നമ്മളുടെ കഴിവ് കൊണ്ട് ഉണ്ടാവുന്നതല്ല എന്നൊരു തോന്നലൊക്കെ നിങ്ങൾക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ആത്മീയതയിലേക്ക് നിങ്ങൾ പോകുന്നതാണ്. വിദ്യാഭ്യാസത്തിലൊക്കെ ഈ മാസം വളരെയധികം നേട്ടം ഉണ്ടാകുന്ന മാസമാണ്. ദീർഘ യാത്രയ്ക്കൊക്കെ സാധ്യതയുണ്ട്. അതായത് ദീർഘദൂരമായിട്ട് ഒരു യാത്ര, വിദേശത്തേക്കൊക്കെ പോകുവാനും ഒക്കെ ഉള്ളൊരു ഒരു സാധ്യത കാണുന്നുണ്ട്. യാത്രകൾക്ക് അനുകൂലമായിട്ടുള്ള മാസമാണ് മീനമാസം. നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള ദിവസം എന്ന് പറയുന്നത് 4, 17 തീയതികളാണ്. അടുത്തായിട്ട് മേടമാസത്തിലേക്ക് എത്തുമ്പോൾ ഏപ്രിൽ, മെയ് മാസത്തിലാണ് ഈ മേടമാസം എത്തുന്നത്. പുതിയ സംരംഭങ്ങളൊക്കെ നിങ്ങൾക്ക് ആരംഭിക്കാൻ കഴിയുന്നതാണ്. എന്താഗ്രഹിച്ചാലും അത് ഏപ്രിൽ, മെയിൽ തുടങ്ങുകയാണെങ്കിൽ പൂർണ്ണ വിജയമായിരിക്കും. സാമ്പത്തികമായിട്ട് വളരെയധികം നേട്ടവും നിങ്ങൾക്കുണ്ടാവുന്നതാണ്. കുടുംബത്തിൽ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ എല്ലാവരുടെയും അനുവാദത്തോടെ നമ്മൾക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എങ്കിലും അത് മാറുന്നതാണ്. നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായത്തിൽ മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള ദിവസം 12, 15 തീയതികളാണ്. അടുത്തായിട്ട് ഇടവ മാസത്തിലേക്ക് എത്തുമ്പോൾ സ്വത്ത് സംബന്ധമായിട്ട് നിങ്ങൾക്ക് പുരോഗതി ഉണ്ടാവുന്നുണ്ട്. പൂർവിക സ്വത്തുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കേസിൽ കിടക്കുന്ന സ്വത്തുവകകൾ വല്ലതും ഉണ്ടെങ്കിൽ അത് ലഭിക്കുന്നുണ്ട്. കൂടാതെ ഒരുപാട് കാലമായിട്ട് വിറ്റ് പോകാതെ കിടക്കുന്ന ഭൂമികളൊക്കെ വിറ്റ് പോകുന്ന ഒരു സമയമാണ്. ആരോഗ്യം നിങ്ങൾക്ക് മെച്ചപ്പെടുന്ന ഒരു സമയമാണ്. ഇത്രയും കാലം നിങ്ങൾക്ക് ആരോഗ്യത്തിലൊരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ബാക്കിയെല്ലാം നന്നായിരുന്നെങ്കിലും ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളെ എപ്പോഴും അലട്ടിക്കൊണ്ടിരുന്നു. അതൊക്കെ മാറുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് നിങ്ങൾ ചെലവ് നിയന്ത്രിക്കാൻ ശ്രമിക്കുക. ഏറ്റവും കൂടുതൽ പണം വരുന്ന സമയത്താണ് നമ്മൾക്ക് ധാരാളിത്തം ഉണ്ടാകുന്നത്. ആ സമയം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ ദിവസം 8, 22 തീയതികളാണ്.
മിഥുന മാസം എത്തുമ്പോഴേക്കും, അതായത് ജൂൺ ജൂലൈ മാസം എത്തുമ്പോഴേക്കും നിങ്ങൾ പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജോലിയിലൊക്കെ സമ്മർദ്ദം വർദ്ധിക്കുന്നുണ്ട്, ബിസിനസ്സിലും സമ്മർദ്ദം വർദ്ധിക്കുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾ വളരെയധികം ക്ഷമ ഒരു ആയുധമാക്കി ഉപയോഗിക്കേണ്ടതാണ്. എന്നാൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പരീക്ഷകളിലൊക്കെ വിജയമുണ്ട്. സർക്കാർ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനൊക്കെ ആയിട്ട് തയ്യാറെടുക്കാവുന്നതാണ്. ബന്ധങ്ങളിലെല്ലാം നിങ്ങൾ ക്ഷമ പാലിക്കണം. ഒരു സമ്മർദ്ദം നിങ്ങളിലേക്ക് വരുന്നുണ്ട്, അതിലൊന്ന് ക്ഷമ പാലിച്ച് നിന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിഥുനമാസം വളരെ സുഖകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ദിവസങ്ങള് 14ഉം 28ഉം തീയതികളാണ്. ഈ ദിവസം ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുകയും കൂടി ചെയ്യുക. നമ്മൾ എല്ലാ മാസവും നിങ്ങളുടെ അനുകൂല ദിവസങ്ങളാണ് പറഞ്ഞതെങ്കിൽ ഈ മാസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ദിവസമാണ് പറഞ്ഞിരിക്കുന്നത്. കർക്കിടക മാസം, അതായത് ഈ 1202 ആണ്ടിന്റെ അവസാന ഭാഗം, അവസാന മാസം എന്നൊക്കെ പറയാം. ജൂലൈ ഓഗസ്റ്റ് മാസത്തിലാണ് ഇത് വരുന്നത്. വർഷാവസാനത്തിൽ നിങ്ങൾക്ക് മികച്ച നേട്ടങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ബിസിനസ്സിലായാലും തൊഴിലിലായാലും കുടുംബജീവിതത്തിലായാലും എല്ലാം നല്ല നേട്ടങ്ങളൊക്കെ തന്നെയാണ്. സാമ്പത്തിക വളർച്ചയൊക്കെ ഉണ്ടാവുന്നുണ്ട്. കുടുംബത്തിലെ മംഗളകാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പുതിയ പുതിയ സംരംഭങ്ങളൊക്കെ നിങ്ങൾ തുടങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള ദിവസം 3, 18 തീയതികളാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞത് വെച്ച് നിങ്ങൾക്ക് ഒരു നല്ലൊരു വർഷമായിട്ട് തന്നെ ആണ് ഈ 1202 ആണ്ട് തിരുവോണ വർഷം പോകുന്നത്. നിങ്ങൾ ശനീശ്വരനെയും ശിവഭഗവാനെയും അയ്യപ്പസ്വാമിയും ഒക്കെ പൂജിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്. ഓം നമ ശിവായ എന്ന മന്ത്രം നിങ്ങൾ ജപിക്കുന്നതും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഓം ശ്രീ ഹനുമതേ നമ എന്ന മന്ത്രവും ജപിക്കുന്നതും വളരെ നല്ലതാണ്. ഇത് കുറഞ്ഞത് 9 തവണയെങ്കിലും ജപിക്കണം. എല്ലാ ശനിയാഴ്ചയും ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ്. എള്ളെണ്ണ വിളക്ക് തെളിയിക്കുന്നത്, കാക്കകൾക്ക് ആഹാരം നൽകുന്നതൊക്കെ പുണ്യപ്രവൃത്തിയായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. നിങ്ങൾ ഈ വർഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങളുടെ ആരോഗ്യം. അതുപോലെ തന്നെ തൊഴിലും ധനവും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. കുടുംബത്തിലും സൗഖ്യം ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇത് അനിഴം നക്ഷത്രക്കാരുടെ ഒരു പൊതുവായിട്ടുള്ള ഫലമാണ്. ഈ ഫലം നിങ്ങളുടെ ജന്മസമയം അനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാമെങ്കിലും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇത് വന്ന് ഭവിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.